ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുവന്ന് ലണ്ടനിലോട്ടാണ് കേട്ടോ. ഞാനിന്ന് ഓഫീസിൽ പോവുകയാണേ. ഞാനങ്ങനെ അധികം ഓഫീസിൽ പോകാറില്ല. ഞാൻ വർക്ക് ഫ്രം ഹോമാണ് കൂടുതൽ ചെയ്യുന്നത്. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് അവരങ്ങനെ ഒരു ഓപ്ഷൻ തന്നായിരുന്നു. അന്ന് ഓഫീസൊക്കെ ഷട്ട് ചെയ്തപ്പോൾ അതുപോലെ തന്നെ അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് അവരത് മാറ്റിയൊന്നുമില്ല കേട്ടോ. ലണ്ടൻ ഞങ്ങൾക്ക് 3 ട്രെയിൻ കയറി ഇറങ്ങണം. കമ്മ്യൂട്ടിങ് വളരെ ഈസിയാണ്. 40 മിനിറ്റ് എടുക്കും അങ്ങ് എത്താൻ. പക്ഷേ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ലൈനെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. പക്ഷേ എന്തെങ്കിലും പണി കിട്ടിയാൽ കുറേ വെയിറ്റിങ്ങും അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് പറയാം. ഇവിടെ നഴ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ് ഇത് കേട്ടോ. നമുക്ക് നമ്മുടെ കരിയർ നമുക്ക് ഇഷ്ടമുള്ള രീതി കൊണ്ടാണ്. ഒത്തിരി പാഷനേറ്റ് ആയിട്ട് നഴ്സിംഗ് എന്നും പറഞ്ഞാൽ ഒത്തിരി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഹൈയിൽ വരെ എത്താം. എൻ്റെ ജോലി എന്ന് പറയുന്നത് കാർഡിയാക് ഓഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ ബാർട്സിൽ തന്നെയാണ് ആദ്യം തൊട്ടേ വർക്ക് ചെയ്തത്, നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട്. പക്ഷേ എനിക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ ഞാൻ ITUലും CCUലും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വന്നപ്പോൾ ഞാൻ പതുക്കെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് കണ്ടുപിടിച്ചൊരു ജോലിയാണ്. ഈ ജോലി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് കേട്ടോ. 7 to 5 നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമുക്കിഷ്ടമുള്ളപ്പോൾ നമുക്ക് ജോലി ചെയ്യാം. നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ട്. മന്ത്ലി ഇന്ന സമയത്തിനകം ഇന്നത് ചെയ്ത് തീർക്കണം. അത് നമ്മൾ ചെയ്ത് തീർക്കണം. ഞങ്ങൾ ചെയ്യുന്നത് MI പേഷ്യൻറ്റിൻ്റെ കാർഡിയാക് ഓഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ MI പേഷ്യൻറ്റിന് ഒരു ഹാക്ക് പാത്വേ എന്ന് പറഞ്ഞൊരു പാത്വേ ഉണ്ട്. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ 90 മിനിറ്റ്സിനകം ആംബുലൻസ് വരണം. ഇപ്പം പ്രോപ്പർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഇത്ര മിനിറ്റിനകം ആൻജിയോ ചെയ്തിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ നോക്കുന്നത്. കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ, ഡോക്ടേഴ്സ് അത് കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ, ടൈമിങ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും നഴ്സിംഗ് സ്കില്ല് നല്ലതായിട്ട് വേണം. ഇതാണ് ഞങ്ങളുടെ ഓഫീസ് കേട്ടോ. നഴ്സിംഗ് സ്കില്ല് നല്ലതായിട്ട് വേണം കേട്ടോ. നല്ലതായിട്ട് ECG റീഡിങ്, മെഡിക്കേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈസി ആയിട്ടുള്ള ജോബാണ്. നമ്മൾ വൺസ് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഓഫീസ് കേട്ടോ. ഇവർ ഈ ഡേറ്റയാണ് നാഷണൽ ഡേറ്റാബേസിൽ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ഡേറ്റാസാണ്. അതായത് ഈസ്റ്റ് ലണ്ടനിലെ എല്ലാ ഹോസ്പിറ്റലിലെയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റ് ലണ്ടനിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് അവരതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഓഫീസ് ഉണ്ട് ഒരു കോൾ സെൻറ്റർ പോലെയുണ്ട് കേട്ടോ. നഴ്സസ്, അതായത് സ്പെഷ്യലിസ്റ്റ് നഴ്സുമാർ, ഡോക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന സെയിം ഓഫീസാണ്. ഞങ്ങളുടെ ഏരിയ ഇതാണ്. IT-കാരുടെ കൂടെയാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. ഞാനിന്ന് ആക്ച്വലി ഓഫീസിൽ വന്നിരിക്കുന്നത് അപ്രൈസൽ ചെയ്യാനാണ്. ഗ്യാരി എന്ന് പറഞ്ഞ എൻ്റെ സീനിയർ വരുന്നുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ അപ്രൈസലൊക്കെ ചെയ്ത് ഞാനൊരു 3-3:30 ആയപ്പോൾ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ച് ലണ്ടനിൽ വന്നപ്പോൾ ഇതാണ്. ഗ്രേസി വന്നപ്പോൾ ഗ്രേസിലെ അവസ്ഥ ഇതാണ്. രാത്രിയായി, ഓൾറെഡി 4:30 ആയതുള്ളൂ, രാത്രിയായി കേട്ടോ. ഇവിടെ ഇപ്പം